ഹലോ ഡിയർ സ്റ്റുഡൻസ്, എക്സൽ കോഴ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സലിലുള്ള ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്ന ടൂളിനെ പറ്റിയാണ്. എന്തിനാണ് നമ്മൾ ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, എക്സലിൽ ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ അല്ലെങ്കിൽ സെല്ലുകളിൽ ടൈപ്പ് ചെയ്യുന്ന ഡാറ്റ കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണെന്ത്, ഡാറ്റ വാലിഡേഷൻ. ഒരു പർട്ടിക്കുലർ റേഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ വാലിഡേഷൻ കൊടുക്കുന്നത് ആ ഡാറ്റ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിനുപയോഗിക്കുന്ന ഒരു ടൂളാണെന്ത്, ഡാറ്റ വാലിഡേഷൻ. അപ്പോൾ പർട്ടിക്കുലർ റേഞ്ചിന് അല്ലെങ്കിൽ പർട്ടിക്കുലർ സെല്ലിന് നമ്മൾ ഡാറ്റ വാലിഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തോന്നിയ പോലുള്ള ഡാറ്റകളൊന്നും ആ സെല്ലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്താണോ വാലിഡേറ്റ് ചെയ്തത് അത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ സെല്ലിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിനുപയോഗിക്കുന്നൊരു ടൂളാണെന്ത്, ഡാറ്റ വാലിഡേഷൻ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ വാലിഡേഷൻ എന്താണെന്ന് നമുക്ക് പ്രാക്ടിക്കൽ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പഠിക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, അസ്യൂം ദാറ്റ് യുവർ സ്കൂൾ ഹാവ് ഓൺലി കൊമേഴ്സ് ആൻഡ് സയൻസ് ബാച്ചസ്. യു ആർ റിക്വയർഡ് ടു എൻ്റർ ദ ഫോളോയിങ് ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ആഫ്റ്റർ ദ ഡാറ്റ വാലിഡേഷൻ. നമ്മുടെ ഒരു സ്കൂളിൽ 2 ബാച്ചേ ഉള്ളൂ എന്ന് നമ്മളോട് സങ്കല്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്, കൊമേഴ്സും സയൻസ് ബാച്ചും. അങ്ങനെ 2 ബാച്ചേ ഉള്ളൂ. നമ്മളോട് ഈ ഒരു താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ എംടി ആയി കിടക്കുന്ന സെല്ലിലുള്ള ഡാറ്റ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഈ ഒരു ഡാറ്റ സെറ്റിൽ അഡ്മിഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, സ്റ്റുഡൻസിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്, ബാച്ച് കൊടുത്തിട്ടില്ല, ഏജ് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ബാച്ച് കോളത്തിലെ ഡാറ്റ എൻ്റർ ചെയ്യാനും ഏജ് കോളത്തിലെ ഡാറ്റ എൻ്റർ ചെയ്യാനും നമുക്ക് ഡാറ്റ വാലിഡേഷൻ റൂൾസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ വാലിഡേഷൻ റൂൾസാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്? ഓപ്ഷൻ എന്താ പറയുന്നത്, ഏജ് ഷുഡ് ബി ബിറ്റ്വീൻ 15 to 20. സ്റ്റുഡൻസിൻ്റെ ഏജ് 15-ൻ്റെയും 20-ൻ്റെ ഇടയിലായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ 14 എൻ്റർ ചെയ്യാൻ നോക്കുമ്പോൾ അത് സേവ് ആവരുത്, 21 എൻ്റർ ചെയ്യാൻ നോക്കുമ്പോൾ സേവ് ആവരുത്. 15 സേവ് ചെയ്യാൻ പറ്റും, 20 സേവ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഉള്ളിലുള്ള ഏജും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇവിടെ 14 ടൈപ്പ് ചെയ്താൽ 14 എന്ത് ചെയ്യാൻ പാടില്ല, സേവ് ആവാൻ പാടില്ല. ഇവിടെ 21 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 21 സേവ് ആവാൻ പാടില്ല. ഇവിടെ നോക്കിയപ്പോൾ 14 21 അടിച്ചിട്ട് ഇവിടെ സേവ് ആവുന്നുണ്ട് അല്ലേ. സേവ് ആവാനുള്ള കാരണം എന്താ, ഇവിടെ നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല, ഡാറ്റ വാലിഡേഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഡാറ്റ വാലിഡേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 15-നും 20-നും ഇടയിലുള്ള ഏജേ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. സോ അതെങ്ങനെയാണ് നമുക്ക് വാലിഡേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഏജ് എന്ന് പറയുന്ന ആ ഒരു കോളം ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഡാറ്റ വാലിഡേഷൻ റൂൾ ഉള്ളത് ഡാറ്റ ടാബിലാണ്. ഡാറ്റ ടാബിൽ ഡാറ്റ ടൂൾസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്ന ടൂൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്ന ടൂളിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ദെൻ ഡാറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെറ്റിങ്സ് എന്ന് പറയുന്ന ടാബിൽ അലോ എന്നുള്ള ബോക്സിൽ എനി വാല്യൂ എന്നാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ഏജ് എന്ന് പറയുന്ന കോളത്തിൽ എന്തും അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോൾ നമ്പർ പിന്നെ ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഏജ് എന്ന് പറയുന്ന ബോക്സിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, നമ്പേഴ്സ് മാത്രമേ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡെസിമൽ ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഡെസിമൽ വരുന്ന നമ്പേഴ്സ് മാത്രമേ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഏജ് എന്ന് പറയുന്ന കോളത്തിൻ്റെ അവിടെ കൊടുക്കാൻ പറ്റും. ഇനി ഡേറ്റ് ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡേറ്റ് ഫോമാറ്റിലുള്ള ഡാറ്റ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പെർട്ടിക്കുലർ റേഞ്ച് നമുക്ക് വാലിഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കൊടുക്കേണ്ടത്, ഏജ് എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ നമ്പേഴ്സ് അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എനി വാല്യൂ എന്ന് മാറ്റിയിട്ട് എന്ത് കൊടുത്തു, വോൾ നമ്പർ എന്ന് കൊടുത്തു. എന്നിട്ട് തൊട്ട് താഴെ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ടാബിൽ ബിറ്റ്വീൻ ഉണ്ട്, നോട്ട് ബിറ്റ്വീൻ ഉണ്ട്, ഈക്വൽ ടു ഉണ്ട്, നോട്ട് ഈക്വൽ ടു ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഉണ്ട്, ലെസ് ദാൻ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ഉണ്ട്, ലെസ് ദാൻ ഒരു ഈക്വൽ ടു. അതിൽ ഈക്വൽ ടു കൊടുത്തിട്ട് നമ്മളൊരു നിശ്ചിത എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ 20 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏജ് എന്ന് പറയുന്ന കോളത്തിൽ 20 മാത്രമേ ഏജ് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് എങ്ങനെ എൻ്റർ ചെയ്യേണ്ടത്, 15-നും 20-നും ഇടയിലുള്ള സ്റ്റുഡൻസിൻ്റെ ഏജാണ് നമുക്കിവിടെ എൻ്റർ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഞാൻ ഈക്വൽ ടു മാറ്റിയിട്ട് എന്ത് കൊടുക്കണം, ഇവിടെ ബിറ്റ്വീൻ എന്ന് കൊടുക്കണം. അപ്പോൾ ബിറ്റ്വീൻ എന്ന് കൊടുത്താൽ നമുക്കിവിടെ 2 ടാബ് താഴെ ഓപ്പൺ ആയിട്ട് വരും. ഏതൊക്കെയാണ്, മിനിമവും മാക്സിമം. മിനിമം എന്നുള്ളിടത്ത് ഞാൻ എന്ത് കൊടുക്കണം, 15. മിനിമം 15 ഏജാണ് എനിക്ക് എൻ്റർ ചെയ്യാൻ പറ്റേണ്ടത്. മാക്സിമം എത്ര കൊടുക്കണം, 20 എന്ന് കൊടുക്കണം.
അപ്പോൾ മിനിമം 15 എന്ന് കൊടുത്തു, മാക്സിമം 20 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 15-നും 20-നും ഇടയിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഏജ് കൊടുക്കാൻ പറ്റും. ഇനി ഞാൻ ഓക്കെ അടിച്ചു. ഇനി ഞാനിവിടെ 14 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ സേവ് ആവുന്നുണ്ടോ എന്ന് നോക്കിക്കോളൂ കേട്ടോ. എൻ്റർ കീ അടിച്ചു. നോക്കി എന്താ സംഭവിക്കുന്നത്? ദിസ് വാല്യൂ ഡസ് നോട്ട് മാച്ച് ദ ഡാറ്റ വാലിഡേഷൻ റെസ്ട്രിക്ഷൻ ഡിഫൈൻഡ് ഫോർ ദിസ് സെൽ. നമ്മളിവിടെ ഈ ഒരു സെല്ലുകൾക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ഡാറ്റ വാലിഡേഷൻ റൂൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡാറ്റ വാലിഡേഷൻ റൂൾസിന് എഗനിസ്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സേവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്തിട്ട് ഇനി ഇവിടെ 15 കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് സേവ് ചെയ്യാൻ പറ്റും. 20 ആണെങ്കിൽ പറ്റും, പക്ഷേ 21 പറ്റുമോ? ഇല്ല, പറ്റൂല. കാരണം നമ്മൾ ബിറ്റ്വീൻ 15 to 20 അല്ലേ, 15-നും 20-നും ഇടയിലാണ് ഏജ് കൊടുത്തത്. ഞാൻ ഇവിടെ എന്ത് കൊടുത്തു? 16 കൊടുക്കാൻ പറ്റും, 17 കൊടുക്കാൻ പറ്റും, 18 കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളിവിടെ എന്ത് ചെയ്തു? ഏജ് എന്ന് പറയുന്ന കോളം വാലിഡേറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്? ദ ബാച്ച് മസ്റ്റ് ലിമിറ്റഡ് ടു കൊമേഴ്സ് ആൻഡ് സയൻസ്. ഇവിടെ ബാച്ച് എന്ത് വരാനേ പാടുള്ളൂ? കൊമേഴ്സ്, സയൻസ്. വേറൊരു ബാച്ച് എന്ത് ചെയ്യാൻ പാടില്ല, ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നമുക്കിവിടെ 2 ഓപ്ഷനേ വരാൻ പാടുള്ളൂ. ഏതൊക്കെ? കൊമേഴ്സ് എന്ന് പറയുന്ന ബാച്ചിൻ്റെ ഓപ്ഷനും സയൻസ് എന്ന് പറയുന്ന ബാച്ചിൻ്റെ ഓപ്ഷനും. വേറൊരു ഓപ്ഷൻ ഇവിടെ ടൈപ്പ് ചെയ്ത് വരാൻ പാടില്ല. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ വാലിഡേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഞാൻ എന്ത് ചെയ്തു? റേഞ്ച് സെലക്ട് ചെയ്തു, ഡാറ്റ ടാബിൽ ഡാറ്റ ടൂൾസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഡാറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ എനി വാല്യൂ മാറ്റിയിട്ട് ഞാൻ എന്ത് കൊടുത്തു? ലിസ്റ്റ് കൊടുത്തു. എന്നിട്ട് ഇവിടെ സോഴ്സ് എന്നുള്ളടത്ത് ഞാൻ എന്തെടുത്തു? 2 ബാച്ചാണ് അതിൽ. ഏതൊക്കെ? കൊമേഴ്സ്, സയൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? കൊമേഴ്സ് എന്നും കൊടുത്തു, സയൻസ് എന്നും കൊടുത്തു, സോഴ്സ് എന്നുള്ളിടത്ത്. ഇനി ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കി നിങ്ങൾക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ ബട്ടൺ കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഡ്രോപ്പ് ഡൗൺ ബട്ടണിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇനി ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. കൊമേഴ്സ്, സയൻസ്, കൊമേഴ്സ്. ഓക്കെ, ഇനി വേറൊന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഹ്യൂമാനിറ്റീസ് ഒന്നോ വേറൊരു ഡാറ്റ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സെൽ റേഞ്ച് ഞാൻ എന്ത് വാലിഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ ഡാറ്റ വാലിഡേഷൻ എന്ന് പറയാം. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ കൂടി നോക്കാം. ഇവിടെ നോക്കിയ ഈ ഇല്ലുസ്ട്രേഷനിൽ എന്താ പറയുന്നത്? ഇവിടെ നമുക്ക് ഒരു സ്ഥാപനത്തിലെ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട് വരുന്ന ഡാറ്റ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താ പറയുന്നത്? നെയിം ഓഫ് സെയിൽസ് മാനേജേഴ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. സിറ്റി കോളം, ടാർഗറ്റ് കോളം എംപ്റ്റി ആണ്. ഓക്കെ, അപ്പോൾ സിറ്റി കോളത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ സിറ്റി മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ട്രിവാൻഡ്രം, കൊച്ചിൻ, കാലിക്കറ്റ്, തൃശ്ശൂർ, പാലക്കാട്, കോട്ടയം, ആലപ്പുഴ. ഈ സിറ്റീസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇവിടെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. വേറെ സിറ്റീസൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ റേഞ്ച് വാലിഡേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനതെങ്ങനെ വാലിഡേറ്റ് ചെയ്യുക? റേഞ്ച് സെലക്ട് ചെയ്യുക, ദെൻ ഡാറ്റ ടാബിൽ ഡാറ്റ ടൂൾസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഡാറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ എനി വാല്യൂ മാറ്റിയിട്ട് എന്ത് കൊടുക്കുക? ലിസ്റ്റ് കൊടുക്കുക. എന്നിട്ട് സോഴ്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സോഴ്സ് ആണെങ്കിൽ എനിക്ക് ട്രിവാൻഡ്രം, കൊച്ചിൻ, കാലിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ആ സോഴ്സ് എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ സോഴ്സിൻ്റെ റേഞ്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വന്നു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഈ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന സിറ്റീസ് മാത്രമേ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തെന്താ പറയുന്നത്? രണ്ടാമത്തത്, യൂസിങ് ഡാറ്റ വാലിഡേഷൻ റൂൾസ് വാലിഡേറ്റ് ദ വാല്യൂസ് എൻറ്റേർഡ് ഇൻ ദി ടാർഗറ്റ് കോളം ടു ബി എ നമ്പർ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 lakh. അതായത് ടാർഗറ്റ് കോളത്തിൽ എൻ്റർ ചെയ്യുന്നത് ടെക്സ്റ്റ് വാല്യൂ ടൈപ്പ് ചെയ്യാൻ പാടില്ല. ഓൺലി നമ്പർ വാല്യൂ മാത്രമേ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പാടുള്ളൂ. അതുമാത്രമല്ല 1 lakhൻ്റെ മുകളിലുള്ള 1 lakho അല്ലെങ്കിൽ 1 lakhൻ്റെ മുകളിലുള്ള നമ്പേഴ്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇവിടെ എൻ്റർ ചെയ്ത് വരാൻ പാടുള്ളൂ. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ടാർഗറ്റ് കോളത്തിലെ റേഞ്ച് സെലക്ട് ചെയ്യുക, ഡാറ്റ ടാബിൽ ഡാറ്റ ടൂൾസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഡാറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്യുക. എനി വാല്യൂ മാറ്റിയിട്ട് എന്ത് കൊടുക്കുക? വോൾ നമ്പർ കൊടുക്കുക. ദെൻ ഡാറ്റ എന്ന് പറഞ്ഞ ടാബിൽ ഗ്രേറ്റർ ദാൻ കൊടുക്കുന്നതിന് പകരം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു മിനിമം എന്നുള്ളിടത്ത് ഞാൻ എന്ത് കൊടുത്തു?
1 lakh എന്ന് കൊടുത്തു. ഇപ്പോൾ എനിക്ക് എന്താ പറ്റും, ഈ ടാർഗറ്റ് എന്ന് പറഞ്ഞ കോളത്തിൽ 1 lakh എൻ്റർ ചെയ്യാൻ പറ്റും, 1 lakh 1 എന്ന് എൻ്റർ ചെയ്യാൻ പറ്റും, എന്നാൽ 9,000 എൻ്റർ ചെയ്യാൻ പറ്റുമില്ല. കാരണം ഞാൻ എന്തൊരു വാലിഡേറ്റ് ചെയ്തു മിനിമം എൻ്റർ ചെയ്യാൻ പറ്റുന്ന വാല്യൂ 1 lakh ആണെന്ന്. ഇനി ഓക്കെ അടിച്ചു. എനിക്കിവിടെ 1000 സേവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് സേവ് ആവില്ല. ഇനി 1 lakh എന്ത് ചെയ്യാൻ പറ്റും? എൻ്റർ ചെയ്യാൻ പറ്റും. 1 lakhൻ്റെ മുകളിലുള്ള എമൗണ്ടുകളൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റർ ചെയ്യാൻ പറ്റും. പക്ഷേ 1 lakhൻ്റെ താഴെയുള്ള എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? എനിക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ ഡാറ്റ ഒരു പെർട്ടിക്കുലർ റേഞ്ചിലെ ഡാറ്റ വാലിഡേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടൂളാണെന്ത്? ഡാറ്റ വാലിഡേഷൻ. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്സലിലുള്ള ഡാറ്റ വാലിഡേഷൻ റൂളിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. ഒരു പെർട്ടിക്കുലർ റേഞ്ചിലുള്ള ഡാറ്റ വാലിഡേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണെന്ത്? ഡാറ്റ വാലിഡേഷൻ. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.